ഈസ് അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ. അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ ക്ലാസ്സിൽ കുറച്ച് തിയറി പാർട്ട് പറഞ്ഞിരുന്നു. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയണം. വാട്ട് ഈസ് അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ? അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ടാക്സേഷനുള്ള ഒരു കംപ്ലൈൻസ്, അതായത് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് അക്കൗണ്ടിങ് ഫോർ ടാക്സേഷനുള്ളത്. അതിലുള്ള ഫസ്റ്റ് വൺ നമുക്ക് കുറച്ച് ടേംസുകൾ നോക്കാം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഈസ് ട്രീറ്റഡ് ആസ് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് പ്രോഫിറ്റ് ആർ അസസ്ഡ് ആൻഡ് ആക്ച്വൽ ലയബിലിറ്റി ഫോർ ടാക്സസ് ഡിറ്റർമിൻ ഇൻ ദി ഫോളോയിങ് ഇയർ. ശരിക്കുള്ള ആക്ച്വൽ പ്രോഫിറ്റ്, അതായത് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ലയബിലിറ്റി ഫോർ ടാക്സസ് ഡിറ്റർമിൻ ഇൻ ദി ഫോളോയിങ് ഇയർ, ഫിനാൻഷ്യൽ ഇയറിലല്ല ഫോളോയിങ് ഇയറിലാണ് ചെയ്യുന്നത്. ദെൻ ടാക്സബിൾ പ്രോഫിറ്റ്, അതുകൊണ്ട് തന്നെ ടാക്സബിൾ പ്രോഫിറ്റും നമ്മുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റും എന്തായിരിക്കണം എന്നില്ല, സെയിം ആയിരിക്കണം എന്നില്ല. നോട്ട് സെയിം, ഓൾവേസ് സെയിം ആയിരിക്കണം എന്നില്ല, ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നു. നോട്ട് പോസിബിൾ ടു ഡിറ്റർമിൻ ആക്ച്വൽ ടാക്സ് പേയബിൾ വൈൽ പ്രിപ്പയറിങ് ഫൈനൽ അക്കൗണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആക്ച്വൽ ടാക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നോട്ട് പോസിബിൾ. ലയബിലിറ്റി ഫോർ ടാക്സ് ഈസ് എസ്റ്റിമേറ്റഡ് ആൻഡ് പ്രൊവിഷൻ ഈസ് മെയ്ഡ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റഡ് ടാക്സ് അല്ലെങ്കിൽ പ്രൊവിഷനാണത്. അത് എന്തായാലും ടാക്സ് ലയബിലിറ്റി വരുന്നറിയാം. ആ ടാക്സ് ലയബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഷനാണ് നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഈസ് ചാർജ് ആൻഡ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രൊവിഷൻ എന്നുള്ള ഒരു ചാർജ്, അതായത് പ്രോഫിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്തുകൊണ്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആൻഡ് പ്രൊവിഷൻ ഫോർ ടാക്സ്. സെക്ഷൻ 207 ഓഫ് IT ആക്ട്, ഇൻകം ടാക്സ് ആക്ട്, അഡ്വാൻസ് ടാക്സ് ഈസ് പേയബിൾ. നമ്മൾ അഡ്വാൻസ് ടാക്സ് പേയബിൾ ചെയ്യണം ഓൺ ഓൾ ടാക്സബിൾ ഇൻകം, എല്ലാ ടാക്സബിൾ ഇൻകത്തിൻ്റെ മേലും, അതർ ദാൻ ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് കാഷ്വൽ ഇൻകം. ഓക്കെ. ദെൻ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് വരുന്ന സമയത്ത് നമുക്കുള്ള എൻട്രി വിൽ ബി അഡ്വാൻസ് ഇൻകം ടാക്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. അഡ്വാൻസ് എന്നുള്ളൊരു അസറ്റ്, അതായത് ആ ഒരു ലയബിലിറ്റിൻ്റെ പീരീഡ് വരെ അത് അസറ്റായിട്ട് നമ്മൾ കാണിക്കണം. അഡ്വാൻസ് IT ടാക്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് വിൽ ബി ഷോൺ, അത് അസറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ കാണിക്കുന്നു കറണ്ട് അസറ്റ്സ് അണ്ടർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഇൻ ബാലൻസ് ഷീറ്റ്. അതായത് നമ്മൾ അസറ്റ് സൈഡിൽ അഡ്വാൻസസ് ഗിവൺ ആണല്ലോ, ലയബിലിറ്റി ആകുന്ന അതിൻ്റെ ആ പീരീഡ് വരുമ്പോഴാണ്. ദെൻ എൻട്രി ഫോർ പ്രൊവിഷൻ. ഇൻ ദ കേസ് ഓഫ് പ്രൊവിഷൻ ആണ് മെയ്ഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ IT അക്കൗണ്ട്. വെൻ ആക്ച്വൽ ടാക്സ് അസസ്മെൻറ്റ് ഈസ് മെയ്ഡ് ബാലൻസ് ഇൻ പ്രൊവിഷൻ. അപ്പോൾ ആക്ച്വൽ ടാക്സ് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പ്രൊവിഷനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്. കാരണം എന്താ, ടാക്സബിൾ ഇൻകവും അക്കൗണ്ടിങ് ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊവിഷൻ മെയ്ഡ് ചെയ്തതിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തതിൽ വ്യത്യാസം ഉണ്ടാവാം. അഡ്വാൻസസ് ആൻഡ് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സസ് ഓൺ ഇൻകം ഏൺഡ് ബൈ കമ്പനി ആർ ട്രാൻസ്ഫർ ടു IT അക്കൗണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, അതായത് ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന അസസ്മെൻറ്റ് ഇയറിൽ ടാക്സബിൾ ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയതും ഇങ്ങനെ അഡ്വാൻസ് പ്രൊവിഷൻ നടത്തിയതൊക്കെ ഏതിലേക്ക് മാറ്റുന്നു, IT അക്കൗണ്ടിലേക്ക്, അതായത് ഇൻകം ടാക്സ് അക്കൗണ്ട്, ആക്ച്വൽ ടാക്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇഫ് ആക്ച്വൽ ടാക്സ് നമ്മൾ ടാക്സബിൾ ഇൻകത്തിൻ്റെ മേലെ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ടാക്സ് ലോസ് അനുസരിച്ചിട്ടുള്ള അക്കൗണ്ടിങ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ആക്ച്വൽ അസസ്ഡ് ടാക്സ് കിട്ടും. അത് പ്രൊവിഷനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ബാലൻസ്, അതായത് പ്രൊവിഷനിലേക്കാളും അത് കൂടുതലാണെങ്കിൽ ഡിഡക്റ്റഡ് ഫ്രം സർപ്ലസ് അക്കൗണ്ട് ഇൻ ദ ബാലൻസ് ഷീറ്റ്. സർപ്ലസ് അക്കൗണ്ടിൽ നിന്നും അത് ഡിഡക്റ്റ് ചെയ്യുന്നു. കാരണം പ്രോഫിറ്റ് അത്രയില്ല, കാരണം ടാക്സ് കൂടുതലാണ്. ഇഫ് ആക്ച്വൽ ടാക്സസ് കുറവാണെങ്കിൽ എന്ത് ചെയ്യുന്നു, പ്രൊവിഷനേക്കാളും കുറവാണ്, അതായത് നേരത്തെ കരുതി വെച്ചതിനേക്കാളും ടാക്സ് കുറവാണെങ്കിൽ ഡിഫറൻസ് ആഡ് ടു സർപ്ലസ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു. കാരണം പ്രോഫിറ്റ് ഒന്നും കൂടി കൂടുന്നു. ഓക്കെ.
നെക്സ്റ്റ് ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂളാണ് IAS 12ഉം ഇന്ത്യ AS 12ഉം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് ടു പ്രിസ്ക്രൈബ് ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻകം ടാക്സസ്. ഇൻകം ടാക്സസിന് വേണ്ടി എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതെന്നും ദെൻ കറണ്ട് ആൻഡ് ഡെഫേർഡ് ഇൻകം ടാക്സ്, ഈ രണ്ട് ടാക്സും കൂടെ കൂടുമ്പോഴാണ് ടാക്സ് വരുന്നത്. കറണ്ട് ആൻഡ് ഡെഫേർഡ് ഇൻകം ടാക്സ്, കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വൽ പേയ്മെൻ്റ് ആണ്. ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് മെഷർമെൻ്റ് ആണ് ഫ്രം സർട്ടൻ ടാക്സേഷൻ ഓർ ഈവൻറ്റ്. കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. ടാക്സ് എക്സ്പെൻസസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ടാക്സ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് amount included in determination of net profit or loss for the period in respect of current tax and deferred tax. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് ടാക്സ് എക്സ്പെൻസസ് നമ്മൾ പറഞ്ഞ് ഡെബിറ്റ് ചെയ്യുന്നത്. ഇത് കറണ്ട് ടാക്സ് ഉണ്ടാവും, ഡെഫേർഡ് ടാക്സ് ഉണ്ടാവും. ഡെഫേർഡ് ടാക്സ് എന്നാൽ ഓൺലി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. വാട്ട് ഈസ് കറണ്ട് ടാക്സ്? കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പേയബിൾ ഇൻ റെസ്പെക്ട്, മേ ബി പേയബിൾ ആയിരിക്കാം ഓർ റിക്കവറബിൾ ആയിരിക്കാം. കാരണം കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടും, റിക്കവറബിൾ ആയിരിക്കാം. ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സബിൾ പ്രോഫിറ്റ് ഫോർ എ പീരിയഡ്. ടാക്സബിൾ പ്രോഫിറ്റിൻ്റെ ബേസിൽ ഇൻകം ടാക്സ് പേയബിൾ ചെയ്യുന്ന ആ ഒരു ടാക്സിനെയാണെന്ന് പറയുന്നത് ആക്ച്വൽ ടാക്സ്. ദാറ്റ് മീൻസ് ആക്ച്വൽ ടാക്സ് ആണ് കറണ്ട് ടാക്സ്. ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ അക്കൗണ്ടിങ് മെഷർ യൂസ്ഡ് ടു മാച്ച് ടാക്സ് എഫക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ വിത്ത് ദെയർ അക്കൗണ്ടിങ് ഇമ്പാക്റ്റ്. അത് നമ്മൾ പറഞ്ഞ അക്കൗണ്ടിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ടാക്സിൻ്റെ എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യണം. അങ്ങനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ അതിൽ കറണ്ട് ടാക്സും ഡെബിറ്റ് ചെയ്യാണ്ടാവും. ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറും ഈ കറണ്ട് ഇയറും തമ്മിലുള്ള അസസ്മെൻറ്റ് ഇയറിലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മേ ബി ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. അതാണ് ഏതിൽ കാണിക്കുന്നത്, ഡെഫേർഡ് ടാക്സിൽ കാണിക്കുന്നത്. ഓക്കെ, ദെൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും വ്യത്യാസം ഉണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവുക എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് വാട്ട് ഈസ് ടാക്സബിൾ പ്രോഫിറ്റ്? നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ എ പീരിയഡ് ഡിഡക്റ്റിംഗ് ടാക്സ് എക്സ്പെൻസസ്. ടാക്സ് എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുന്നേയുള്ള നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസിനെയാണെന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സബിൾ പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് ഫോർ എ പീരിയഡ്, profit or loss for a period determined in accordance with the rules established by the taxation authorities. ടാക്സേഷൻ അതോറിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത റൂൾസ് പ്രകാരം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെയാണ് ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റീസൺസ് ഫോർ ഡിഫറൻസ് ഇൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ്. ഇങ്ങനെ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്താണ്? രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് പെർമനൻറ്റ് ഡിഫറൻസ്, സെക്കൻഡ് ടെമ്പററി ഡിഫറൻസ്. പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സർട്ടൈൻ ഐറ്റംസ്, അതായത് കുറേ ഐറ്റംസ് കൂടിയതാണല്ലോ, അപ്പോൾ തന്നെ ചില സർട്ടൈൻ ഐറ്റംസ് എന്ത് ചെയ്യുന്നു, സർട്ടൈൻ ഐറ്റംസ് മേ ബി റവന്യൂ ആവാം ഓർ എക്സ്പെൻസസ് ആവാം, എക്സ്ക്ലൂഡഡ് ഫ്രം ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ പ്രോഫിറ്റ്. ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, എക്സ്ക്ലൂഡഡ് ഫ്രം ദ ടാക്സബിൾ പ്രോഫിറ്റ്. അതിന് എക്സാമ്പിളാണ് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്. ഏതിൽ അലവബിൾ അല്ല, ടാക്സ് പർപ്പസ് പ്രകാരം അലവബിൾ അല്ല. അതേപോലെ ചില ഡൊണേഷൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ടാക്സ് അതോറിറ്റി പെർമിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു, അങ്ങനെ തന്നെ അത് അടുത്ത അസസ്മെൻറ്റ് ഇയറിൽ ചേഞ്ച് ചെയ്യുന്നില്ല. അത് പെർമനൻ്റ് ആയിട്ട് തന്നെ ആ ഡിഫറൻസ് അവിടെ കിടക്കുന്നു. നെക്സ്റ്റ് ടെമ്പററി ഡിഫറൻസ്. ദിസ് ഒക്കർ വെൻ ഐറ്റംസ് ഓർ റവന്യൂ എക്സ്പെൻസസ് ആർ ഇൻക്ലൂഡ് ഇൻ ബോത്ത് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ഇത് രണ്ടിലും എന്ത് ചെയ്യുന്നു, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പെർമനൻറ്റ് ഡിഫറൻസ് എന്നാൽ രണ്ടിലും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഒന്നിൽ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ടെമ്പററി ഡിഫറൻസ് എന്നാൽ ബോത്ത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ് ബട്ട് നോട്ട് ഫോർ ദി സെയിം അക്കൗണ്ടിങ് പീരിയഡ്. അക്കൗണ്ടിങ് പീരിയഡിലുള്ള വ്യത്യാസം, അതായത് ഒരു അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇയറിലും പക്ഷേ അടുത്ത അതിൻ്റെ അസസ്മെൻറ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നില്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് മേ ബി അടുത്ത വർഷമായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും, ഇതിൽ ഇൻക്ലൂഡ്, അങ്ങനെ ആ ഒരു ഡിഫറൻസ്, സെയിം അക്കൗണ്ടിങ് പീരിയഡിലല്ലാത്ത ഡിഫറൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഡിഫറൻസുകളാണ് ഈ ടെമ്പററി ഡിഫറൻസിന് കാരണമാകുന്നത്. അപ്പോൾ ടെമ്പററി ഡിഫറൻസ് എങ്ങനെ നമ്മൾ കാണുന്നത് വെച്ചാൽ ക്യാരിയിങ് എമൗണ്ട് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. ക്യാരിയിങ് എമൗണ്ട് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ, അതായത് ഫിനാൻഷ്യൽ പൊസിഷനിൽ ഓർ ബാലൻസ് ഷീറ്റിൽ എന്ത് എമൗണ്ട് ആണോ കാണിക്കുന്നത് മൈനസ് ടാക്സ് ബേസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അതായത് ടാക്സ് അതോറിറ്റി ആ ഒരു അസറ്റ്സിനും ലയബിലിറ്റീസിനും കാണുന്ന വാല്യൂ എന്താണോ അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസാണ് ഏതിന് കാരണമാകുന്നത്, ടെമ്പററി ഡിഫറൻസിന് കാരണമാകുന്നത്.
ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു ടെമ്പററി ഡിഫറൻസ് എന്താണെന്ന്. വാട്ട് ഈസ് ടെമ്പററി ഡിഫറൻസ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്യാരിയിങ് എമൗണ്ട്. സോ ഡിഫറൻസസ് between carrying amount of an asset or liability in statement of financial position, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ തന്നിരിക്കുന്നതും അതിൻ്റെ ടാക്സ് ബേസ് എന്ന് പറഞ്ഞാൽ ടാക്സ് അതോറിറ്റി പെർമിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മേ ബി ഐദർ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആയിരിക്കാം ഓർ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആയിരിക്കാം. ഒന്നെങ്കിൽ എന്തായിരിക്കണം, ടാക്സ് കൂടുതൽ കൊടുക്കുന്ന ഡിഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ടാക്സ് കുറയുന്ന ഡിഫറൻസ് ആയിരിക്കും. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്താണ് ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണേ, നോട്ട് ചെയ്യണേ. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഉണ്ടാകുന്നത് ക്യാരിയിങ് എമൗണ്ട് ഓഫ് ആൻ അസറ്റ് ഓർ ലയബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇറ്റ്സ് ടാക്സ് ബേസിനേക്കാളും കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഫിനാൻഷ്യൽ പൊസിഷൻ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന 1 lakh ആണ്. ടാക്സ് ബേസ്, ദാറ്റ് ഈസ് ടാക്സ് അതോറിറ്റി കൊടുക്കുന്ന അതിൻ്റെ വാല്യൂ, ടാക്സ് ബേസിൽ പറയുന്ന അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50,000 ആണ്. 50,000. അപ്പോൾ ഇവിടെ നോക്കുക, 1 lakh മൈനസ് 50,000 എന്ന് പറയുമ്പോൾ എത്ര വരും? 50,000 ആണ് ഇതിൻ്റെ ഡിഫറൻസസ് വരുന്നത്. പക്ഷേ ഇവിടെ ക്യാരിയിങ് എമൗണ്ട് കൂടുതൽ. ക്യാരിയിങ് എമൗണ്ട് എന്ന് ഇതാണ് കൂടുതൽ, ബാലൻസ് ഷീറ്റിലുള്ള എമൗണ്ട് കൂടുതലാണ്. അങ്ങനെ ആ എമൗണ്ട് കൂടുതൽ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്. അതായത് ഇപ്പോൾ ടാക്സ് കുറച്ച് കൊടുത്താൽ മതി, പക്ഷേ എന്തായിരുന്നു, വീണ്ടും ഫ്യൂച്ചറിൽ ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും, ക്യാരിയിങ് എമൗണ്ട് കൂടുതലാണ്. ഇറ്റ് ഗീവ്സ് ദ റൈസ് ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഇതിനെയാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് എന്നാൽ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ആൻ അസറ്റ് ഓർ ലയബിലിറ്റീസ് ലോവർ ദാൻ ഇറ്റ്സ് ടാക്സ് ബേസ്. അത് കുറയുമ്പോൾ ലോവർ ദാൻ ദ ടാക്സ് ബേസ് കൂടുതലും ക്യാരിയിങ് എമൗണ്ട് ഓഫ് അസറ്റ് ഓർ ലയബിലിറ്റി കുറയും ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ടാക്സ് കൂടുതൽ കൊടുക്കണം, പക്ഷേ ഫ്യൂച്ചറിൽ ടാക്സ് കുറഞ്ഞ് കൊടുത്താൽ മതി. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യുന്നു? ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്. അത് ഏതിന് കാരണമാക്കുന്നു? ഡെഫേർഡ് ടാക്സ് അസറ്റിന് കാരണമാക്കുന്നു. ഓക്കെ, ദെൻ ഈ ഒരു സ്ലൈഡും കൂടെ നോക്കാം. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ് ക്യാരിയിങ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്. ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് മീൻസ് ക്യാരിയിങ് എമൗണ്ട് ഈസ് ലെസ് ദാൻ ടാക്സ് ബേസ്. ദെൻ വാട്ട് ഈസ് ടാക്സ് ബേസ്? നമ്മളൊന്നും കൂടെ പറയുകയാണ്. ടാക്സ് ബേസ് എന്നാൽ അസറ്റ് ഓർ ലയബിലിറ്റി, അസറ്റിനും ലയബിലിറ്റിനും എന്ത് എമൗണ്ട് ഈസ് ദ എമൗണ്ട് ആട്രിബ്യൂട്ടഡ് ടു ടാക്സ് പർപ്പസിന് വേണ്ടി ഒരു അസറ്റിനും ലയബിലിറ്റീസിനും വേണ്ടിയുള്ള ചാർജല്ല, അതിൻ്റെ എമൗണ്ട് എന്താണോ ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. സിംപ്ലി മീൻസ് ടാക്സ് അതോറിറ്റി ആ ഒരു അസറ്റ്സിനും ലയബിലിറ്റീസിനും കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ടാക്സ് ബേസ് ഓഫ് അസറ്റ് എമൗണ്ട് ദാറ്റ് വിൽ ബി ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പർപ്പസ് അഗെയിൻസ്റ്റ് എനി ടാക്സബിൾ എക്കണോമിക് ബെനിഫിറ്റ് ദാറ്റ് വിൽ ഫ്ലോ ടു ആൻ എൻറ്റിറ്റി വെൻ ഇറ്റ് റിക്കവേഴ്സ് ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ആൻ അസറ്റ്. അത് ശരിക്കും അതിൻ്റെ ആ ടാക്സ് ബേസ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ടാക്സ് അതോറിറ്റി, അതായത് ടാക്സബിൾ എക്കണോമിക് ബെനിഫിറ്റ് അതിൽ നിന്ന് ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടി ടാക്സ് അതോറിറ്റി കൊടുക്കുന്ന വാല്യൂവിനെയാണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് ബേസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ക്യാരിയിങ് എമൗണ്ട് വെൻ ഇറ്റ് റിക്കവേഴ്സ് ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് അൻ അസറ്റ്, അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നത് ശരിക്കും ആക്ച്വലി ഉള്ള സംഭവമാണ് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ടാക്സ് ബേസ് ഓഫ് ലയബിലിറ്റി ക്യാരിയിങ് എമൗണ്ട് ലെസ് എനി എമൗണ്ട് ദാറ്റ് ഈസ് ക്യാരിയിങ് എമൗണ്ട്. ടാക്സ് ബേസ് എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് എമൗണ്ട് ലെസ് എനി എമൗണ്ട് ദാറ്റ് വിൽ ബി ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പർപ്പസ്. അത് ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും, ആ എമൗണ്ടിൽ നിന്നും ടാക്സ് പർപ്പസിന് വേണ്ടി എന്തെങ്കിലും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ലയബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഫ്യൂച്ചർ പീരിയഡിലുള്ള ലയബിലിറ്റിയാണ് ടാക്സ് ബേസ് ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ അസറ്റിനാണെങ്കിൽ അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ് വരുന്നുണ്ടെങ്കിൽ ആ എക്കണോമിക് ബെനിഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ടാക്സ് ബേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഒരു മെഷീൻ്റെ കോസ്റ്റ് ഓഫ് മെഷീൻ ഈസ് 10,000. അതിൻ്റെ കറൻറ്റ് ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത്, അതായത് അക്കൗണ്ടിങ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ പറയുന്നത് 20%. കറൻറ്റ് ഇയർ ഡിപ്രീസിയേഷൻ അതുകൊണ്ട് തന്നെ 10,000 ഇൻറ്റു 20%, 10,000 ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ 2,000 എന്ത് ചെയ്യുന്നു? ഡിപ്രീസിയേഷൻ കിട്ടുന്നു. ക്യാരിയിങ് എമൗണ്ട് എന്തായിരിക്കും? 10,000 മൈനസ്, അതായത് ഫൈനാൻഷ്യൽ പൊസിഷനിൽ കാണിക്കുന്നത് നമ്മളെന്താണ്? അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂവിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുന്നു? അതായത് ആക്ച്വൽ മീൻസ് അക്യൂർഡ് വാല്യൂവിൽ നിന്നും
ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8,000 ആണ്. പക്ഷെ ടാക്സ് അതോറിറ്റി അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് അനുവദിച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഓൺലി 15% ആണ്. 15% ഡിപ്രീസിയേഷൻ പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഡിപ്രീസിയേഷൻ ഈ 10,000-ന് 10,000 ഇൻറ്റു 15% എന്ന് പറയുമ്പോൾ എത്ര കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓൺലി 1,500 ആണ്. അതുകൊണ്ട് തന്നെ ടാക്സ് അതോറിറ്റി ഡിപ്രീസിയേഷൻ അലൗ ചെയ്ത പ്രകാരം അതിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് ഇത്രയും എമൗണ്ടിൻ്റെ ടാക്സ് ബേസ് ഉണ്ട്, 8,500. അപ്പോൾ ഇവിടെ ക്യാരിയിങ് എമൗണ്ടും ദിസ് ഇസ് ക്യാരിയിങ് എമൗണ്ട്, ദിസ് ഇസ് ടാക്സ് ബേസ് അക്കൗണ്ട്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നത് എത്രയാണ് ഡിഫറൻസ്? 8,000 മൈനസ് 8,500, ദാറ്റ് ഈസ് 500 നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്യാരിയിങ് എമൗണ്ട് കുറവാണ്. ക്യാരിയിങ് എമൗണ്ട് ഈസ് ലെസ് ദാൻ ടാക്സ് ബേസിനേക്കാളും കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് ആണ് കിട്ടുന്നത്. ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് എന്നാൽ ഇപ്പോൾ പേ മോർ ടാക്സ്, കാരണം ഇവിടെ അസറ്റ്സ് ആണ്, അസറ്റ്സിൻ്റെ വാല്യൂ കൂടുതലാണ്. ഇതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പോൾ ടാക്സ് കൂടുതൽ കൊടുത്തു, അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ടാക്സ് കുറവായി കൊടുത്താൽ മതി. അതുകൊണ്ട് ഡെഫേർഡ് ടാക്സ് അസറ്റാണ് ഇവിടെ വരുന്നത്. ചെറിയൊരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾ നോക്കണം. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. അടുത്ത് വേറൊരു അനദർ എക്സാമ്പിൾ. ഇത് അക്രൂഡ് എക്സ്പെൻസസിൻ്റെ കേസിലാണെങ്കിൽ അക്രൂഡ് എക്സ്പെൻസ് ഡിഡക്റ്റഡ് ഫോർ ടാക്സ് പർപ്പസ് ഓൺ ക്യാഷ് ബേസിസ്. അക്രൂഡ് എക്സ്പെൻസ് എന്താണ്? എക്സ്പെൻസസ് ഉണ്ട്, പക്ഷേ ആ എക്സ്പെൻസസ് നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1,000 റുപ്പീസാണ് എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ് കാണുന്നതിന് വേണ്ടി. അപ്പോൾ അതിന് ക്യാരിയിങ് എമൗണ്ട് ഓഫ് ലയബിലിറ്റി, ആ ലയബിലിറ്റിയെ ക്യാരിയിങ് എമൗണ്ട് ചെയ്യുന്നത് 1,000 കൊടുക്കാനുണ്ട് എന്നല്ലേ. അക്രൂഡ് എക്സ്പെൻസ് ലയബിലിറ്റിയാണ്, ആ ലയബിലിറ്റി കൊടുക്കാനുണ്ട്. പക്ഷേ അത് കൊടുത്തതായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് വെൻ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഫ്യൂച്ചർ പീരിയഡിലാണ് അതിൻ്റെ ടാക്സ് അത് ലയബിലിറ്റി കൊടുക്കുന്നത്, ടാക്സ് ബേസ് ഓഫ് എ ക്യാരിയിങ് എമൗണ്ട്. അതുകൊണ്ട് തന്നെ ക്യാരിയിങ് എമൗണ്ട് മൈനസ് എമൗണ്ട് ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പർപ്പസ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യുന്നത് ആ ഒരു അസസ്മെൻറ്റ് ഇയർ ആകുമ്പോൾ അത് പേ ചെയ്യും. അങ്ങനെ പേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അത് കൊടുക്കുന്നത് ആ പേ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആക്ച്വലി എന്താണ്? ടാക്സ് ബേസും അക്കൗണ്ടിങ് പ്രോഫിറ്റും നോക്കുമ്പോൾ അക്കൗണ്ടിങ് ഇയറിലെ അക്രൂഡ് എക്സ്പെൻസസ് ലയബിലിറ്റി ഉണ്ട്. പക്ഷേ ആ ലയബിലിറ്റി അക്കൗണ്ടിങ് ബേസ് ടാക്സ് ബേസിസിൽ നോക്കുകയാണെങ്കിൽ ലയബിലിറ്റി ആയി ട്രീറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ടാക്സ് പർപ്പസിൽ ലയബിലിറ്റി ആകുന്നത് എപ്പോഴും മാത്രമേ ഉള്ളൂ, ക്യാഷ് ബേസിസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം 1,000 മൈനസ് 1,000 അത് പേ ചെയ്തിട്ടില്ല. പേ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ആവുന്നു. സോ നില്ലാണ് ഇവിടുത്തെ ടാക്സ് ബേസ്. എക്സ്പെൻസ് ആയിട്ട് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്നില്ല, നില്ലാണ്. ദെൻ കറണ്ട് ഇൻകം ടാക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വാട്ട് ഈസ് കറണ്ട് ഇൻകം ടാക്സ്? കറണ്ട് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് പേയബിൾ ഓർ റെക്കവറബിൾ ആവും. കാരണം കൂടുതൽ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. ഇൻ റെസ്പെക്റ്റ് ഓഫ് ടാക്സബിൾ പ്രോഫിറ്റ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ, ടാക്സബിൾ പ്രോഫിറ്റിൻ്റെ മേലെ അല്ലെങ്കിൽ ടാക്സബിൾ ലോസിൻ്റെ മേലെയുള്ള ലോസ് ആകുമ്പോൾ റെക്കവറബിളാണ്, പ്രോഫിറ്റ് ആകുമ്പോൾ പേയബിളാണ്. അതാണ് കറണ്ട് ഇൻകം ടാക്സ്. കറണ്ട് ഇൻകം ടാക്സ് എക്സ്പെൻസസ് ഷാൽ ബി റെക്കഗ്നൈസ്ഡ് ഡയറക്ട്ലി ടു പ്രോഫിറ്റ് ഓർ ലോസ്. കറണ്ട് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സബിൾ പ്രോഫിറ്റിൻ്റെ മേലെ എന്ത് ചെയ്യുന്നു? ടാക്സ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഇൻകം ടാക്സ് കിട്ടുന്നത്. ദെൻ ഡെഫേർഡ് ഇൻകം ടാക്സ്, അതിൽ വേറൊരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഡെഫേർഡ് ഇൻകം ടാക്സ്. ഡെഫേർഡ് ഇൻകം ടാക്സ് ഈസ് ആൻ അക്കൗണ്ടിങ് മെഷറാണ്. ഇവിടെ ശ്രദ്ധിക്കണേ, ദിസ് ഈസ് ആൻ അക്കൗണ്ടിങ് മെഷർ യൂസ്ഡ് ടു മാച്ച് ദ ടാക്സ് എഫക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ വിത്ത് ദെയർ അക്കൗണ്ടിങ് ഇമ്പാക്റ്റ്. അക്കൗണ്ടിങ് ഇമ്പാക്റ്റ് കൊണ്ട്, അതായത് അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും നമ്മൾ ആ ഡിഫറൻസ് കൊണ്ട് വരുന്ന ഒരു അക്കൗണ്ടിങ് മെഷറാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ കാണിക്കുന്ന ഡെഫേർഡ് ഇൻകം ടാക്സ് എന്നുള്ള ഒരു മെഷർമെൻറ്റാണ് ഡെഫേർഡ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് പേയബിൾ ഇൻ ഫ്യൂച്ചർ പീരിയഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ടെമ്പററി ഡിഫറൻസ്. അതായത് എന്തുകൊണ്ടാണ് ഈ ഡെഫേർഡ് ടാക്സ് വരുന്നത്? ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് വരാം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയും വരാം, ഡെഫേർഡ് ടാക്സ് അസറ്റും വരാം. അങ്ങനെ ഈ ഇൻകം ടാക്സ് ഡെഫേർഡ് ടാക്സ് വരാൻ കാരണം ഫ്യൂച്ചർ പീരിയഡിലുണ്ടാകുന്ന ടെമ്പററി ഡിഫറൻസ് കൊണ്ട് മാത്രമാണ്.
ഡെഫേർഡ് ഇൻകം ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. ഡെഫേർഡ് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ടെമ്പററി ഡിഫറൻസ് കാണുന്നു, അതിന് കൂടെ ടാക്സ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡെഫേർഡ് ഇൻകം ടാക്സ് കാണുന്നത്. അത് ക്യാരിയിങ് എമൗണ്ടിനേക്കാളും കുറവാണെങ്കിൽ എന്ത് ചെയ്യുന്നു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി വരുന്നു. ക്യാരിയിങ് എമൗണ്ടിനേക്കാളും കൂടുതലാണെന്ന് വരുന്നെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റുമാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു പിക്ചർ നോക്കാം. കറൻറ്റ് ഇൻകം ടാക്സ് ആണ് ഡെഫേർഡ് ഇൻകം ടാക്സ്. സബ്സ്റ്റൻസ് പറയുന്നത് കറൻറ്റ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് പേയബിൾ ടു ടാക്സ് ഓഫീസ്. ടാക്സ് ഓഫീസിന് കൊടുക്കുന്ന ഇൻകം ടാക്സിനെയാണ് എന്ത് പറയുന്നത് കറൻറ്റ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഡെഫേർഡ് ഇൻകം ടാക്സ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ കാണിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഈ ഇൻകം ടാക്സ് പേ ചെയ്യുന്നതിന് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. അപ്പം ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ആ ഒരു മെഷർമെൻറ്റിനുള്ള വ്യത്യാസമാണ് ഇതിൽ കാണിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ അക്കൗണ്ടിങ് മെഷർ. ദെൻ ബേസിസ് പറയുന്നത് ദിസ് ഇസ് ടാക്സബിൾ പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ ബേസിലാണ് എന്ത് കാണിക്കുന്നത് കറൻറ്റ് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് ഓൺലി ടെമ്പററി ഡിഫറൻസ്. ദെൻ കറൻറ്റ് ഇൻകം ടാക്സിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് പീരിയഡിലാണ്. ദെൻ ഫ്യൂച്ചറിലുണ്ടാകുന്ന ഡിഫറൻസസുകളാണ് ഇതിൽ വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് നമ്മൾ പറഞ്ഞ് എന്തുകൊണ്ടാണ് വരുന്നത്? ലയബിലിറ്റീസ് ഇസ് എ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കൊണ്ടാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് വരുന്നത്. എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പേയബിൾ ഇൻ ഫ്യൂച്ചർ പീരിയഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. അത് ഇൻകം ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരും. കാരണം എന്താ ഫ്യൂച്ചർ പീരിയഡിലുണ്ടാകുന്ന ആ ഒരു ഡിഫറൻസസ് വരുന്നതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ പീരിയഡിൽ ടാക്സ് കൂടുതൽ അടയ്ക്കേണ്ടി വരും. അതിനെ ട്രീറ്റ് ചെയ്യാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ദെൻ എമൗണ്ട് ഓഫ് ടാക്സസ് ആൻഡ് എൻറ്റിറ്റി ഹാസ് അണ്ടർ പെയ്ഡ് വിച്ച് വിൽ ഇവൻച്വലി ബി മെയ്ഡ് അപ്പ് ഇൻ ഫ്യൂച്ചർ. അത് ഇപ്പം നമ്മൾ എന്ത് ചെയ്തു അണ്ടർ പെയ്ഡ് ചെയ്തു, പക്ഷേ നമുക്ക് ഇവൻച്വലി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യണം അതിന് ടാക്സ് കൊടുക്കണം. അതുകൊണ്ടാണ് ദിസ് ഇസ് എ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കാണുന്നത് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഇൻറ്റു ടാക്സ് റേറ്റ് എന്നുള്ള രീതിയിലാണ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് പ്രസൻറ്റഡ് അണ്ടർ ദ ഹെഡ് ഓഫ് നോൺ കറൻറ്റ് ലയബിലിറ്റീസ്. എവിടെയാണ് കാണിക്കേണ്ടത്? നോൺ കറൻറ്റ് ലയബിലിറ്റീസിലാണ് കാണിക്കേണ്ടത്. ഓക്കെ. ഡെഫേർഡ് ടാക്സ് അസറ്റ്. ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്നാൽ ഇൻകം ടാക്സ് റിക്കവറബിളാണ് ഇൻ ഫ്യൂച്ചർ പീരിയഡ്. ഫ്യൂച്ചർ പീരിയഡിൽ നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചു കിട്ടും. അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നത് ഒന്ന് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. ഡിഫറൻസ് ആൻഡ് ടെമ്പററി ഡിഫറൻസിൽ നിന്നും ഡിഡക്റ്റബിൾ ആവുന്നത്, അതായത് ക്യാരിയിങ് എമൗണ്ട് ലെസ് ദാൻ ദെൻ ടാക്സ് ബേസ്. ദെൻ ക്യാരി ഫോർവേഡ് ഫോർ അൺയൂസ്ഡ് ടാക്സ് ലോസസ്. അൺയൂസ്ഡ് ടാക്സ് ലോസസ് എന്ന് പറയുമ്പോൾ ടാക്സ് ലോസസ് എന്ത് ചെയ്യുന്നില്ല, ടാക്സിൽ കുറവായിരിക്കും, പക്ഷേ ഇവിടെ ടാക്സ് എമൗണ്ട് കുറവ് വരും, പക്ഷേ ഇവിടെ എമൗണ്ട് കൂടുതലായിരിക്കും. അതേപോലെ തന്നെയാണ് ക്യാരി ഫോർവേഡ് ഓഫ് അൺയൂസ്ഡ് ടാക്സ് ക്രെഡിറ്റ്. ദെൻ എമൗണ്ട് ഓഫ് ടാക്സസ് ആൻഡ് എൻറ്റിറ്റി ഹാസ് ഓവർ പെയ്ഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഓവർ പെയ്ഡ് ചെയ്യുന്നു ഇൻ അഡ്വാൻസ് വിച്ച് വിൽ ഈവൻച്വലി ബി റിട്ടേൺഡ് ഇൻ ഫ്യൂച്ചർ. ടാക്സിൽ എന്ത് ചെയ്യുന്നു ടാക്സബിൾ ഇൻകം കൂടുതലാകുന്നു, പക്ഷേ അക്കൗണ്ടിങ് ഇൻകം കുറവാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ടാക്സബിൾ ഇൻകം കൂടുതലായതുകൊണ്ട് ഇപ്പോൾ നോവേ ഡേയ്സിൽ കറൻറ്റ് ടാക്സ് കൂടുതൽ ഓവർ പെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഈവൻച്വലി നമുക്ക് എന്ത് ചെയ്യും ഫ്യൂച്ചറിൽ റിട്ടേൺ ചെയ്യുന്നതാണ് ഡെഫേർഡ് ടാക്സ് അസറ്റ്. ഡെഫേർഡ് ടാക്സ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ഇൻറ്റു ടാക്സ് റേറ്റ് എന്നുള്ളതാണ്. അത് നോൺ കറൻറ്റ് അസറ്റ്സിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ദെൻ ഡിഡക്റ്റബിൾ ടെമ്പററി ലയബിലിറ്റീസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസും ഡെഫേർഡ് ടാക്സ് അസറ്റും. പ്രോഫിറ്റിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന സമയത്ത്, അതായത് ടാക്സബിൾ ഇൻകത്തിൻ്റെ മേലെയാണ് ഇതാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സബിൾ പ്രോഫിറ്റ്. ടാക്സബിൾ പ്രോഫിറ്റിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നു ഇവിടെ പേ ലെസ്, ടാക്സബിൾ പ്രോഫിറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ ലെസ് ടാക്സ് കറൻറ്റ് ടാക്സ് കുറച്ചടിച്ചാൽ മതി. പക്ഷേ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ഒരു റെട്രോസ്പെക്റ്റ് അത് ഫ്യൂച്ചറിൽ കറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു പേ മോർ ടാക്സ്, ഫ്യൂച്ചറിൽ ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് ഏതിന് കാരണമാകുന്നു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസിന് കാരണമാകുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ, ദാറ്റ് ഈസ് ക്യാരിയിങ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്, അങ്ങനെയാണ് വരുന്നത്. ക്യാരിയിങ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്. അപ്പോഴാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നത് കൂടുന്നത്. ദെൻ ഇവിടെയാണെങ്കിലും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ, അതായത് ക്യാരിയിങ് എമൗണ്ട് ഈസ് ലെസ്, ക്യാരിയിങ് എമൗണ്ട് കുറവാണ്, ടാക്സബിൾ പ്രോഫിറ്റ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ എന്ത് ചെയ്യണം
പേ മോർ ടാക്സ്. ദെൻ ഫ്യൂച്ചറിൽ എന്ത് ചെയ്താൽ മതി, അത് കുറയുന്നു, പേ ലെസ് ടാക്സ്. സോ ദിസ് ഇസ് ക്രിയേറ്റഡ് ഫോർ ഡെഫേർഡ് ടാക്സ് അസറ്റ്. Then measurement of deferred tax asset and liabilities. In measuring deferred tax liabilities, we need to apply the tax rate. നമ്മൾ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് എക്സ്പെക്റ്റഡ് ടു അപ്ലൈ ടു ദ പീരിയഡ്. നമുക്ക് എക്സാക്റ്റ് അറിയില്ല, അതിനുള്ള അപ്ലൈ ചെയ്യുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ടാക്സ് റേറ്റ് വെൻ ദ അസറ്റ് ഈസ് റിയലൈസ്ഡ് ഓർ ലയബിലിറ്റി ഈസ് സെറ്റിൽഡ്. റെക്കഗ്നിഷൻ ഓഫ് ഡെഫേർഡ് ടാക്സ് ആൻഡ് ഇൻകം ഓർ എക്സ്പെൻസസ് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ്. അത് ഡെഫേർഡ് ടാക്സ് നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അതെന്തായിരിക്കണം, ഒരു ഇൻകമോ അല്ലെങ്കിൽ എക്സ്പെൻസസോ ആയിരിക്കും. അതിൻ്റെ എന്താണെന്ന് പറയുന്നു, ആ ഇൻകം ആൻഡ് എക്സ്പെൻസസ് അടുത്ത സ്ലൈഡിൽ പറയുന്നു. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മേ ബി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആവാം, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആവാം, ഓർ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആവാം. അത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻസ് ആയിട്ട് മാറുന്നത് നോക്കാം. ഇൻകം ആകുന്നത് എപ്പോഴാണ്, ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസസ് ആവുന്നത് എപ്പോഴാണ്, ഡെഫേർഡ് ടാക്സ് ഇൻകം ആകുന്നത് എപ്പോഴാണ്. ഡെഫേർഡ് ടാക്സ് ഇൻകം ആകുന്നത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ഓഫ് കറൻറ്റ് ഇയർ ഈസ് ലെസ് ദാൻ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ഓഫ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഫോർ സപ്പോസ് ഒരു 5,000 എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയറിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ഉണ്ട്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് എന്താ മാറിയിട്ടുണ്ട്, 4,000 ആയിട്ട് മാറിയിട്ടുണ്ട് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. ഇതെന്താണ്, 1,000 ഇൻകമാണ്, ഇൻകം ഫോർ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. പക്ഷെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, 4,000 ഉണ്ട് ഇപ്പോൾ കറൻറ്റ് ഇയറിൽ, 4,000 കറൻറ്റ് ഇയറിൽ 4,000 ഉണ്ട്. ദെൻ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ഓഫ് പ്രീവിയസ് ഇയറിൽ നിന്ന് കുറവാണ്, 3,000 പ്രീവിയസ് ഇയറിൽ കുറവാണ്. അപ്പോൾ ഈ കേസിൽ എന്താണ്, 1,000 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇത് എക്സ്പെൻസ്, ഒരു മിനിറ്റ്, അസറ്റിൻ്റെ കേസാണ്. അസറ്റിൻ്റെ കേസിൽ പ്രീവിയസ് ഇത് അസറ്റ്, ദിസ് ഇസ് ലയബിലിറ്റി, ഡെഫേർഡ് ടാക്സ് അസറ്റ്. അപ്പോൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് ഈസ് കറൻറ്റ് ഇയർ ഗ്രേറ്റർ ദാൻ ഡെഫേർഡ് ടാക്സ്. അപ്പോൾ കറൻറ്റ് ഇയറിൽ ഇത് 4,000 ആണ്, പ്രീവിയസിൽ നോക്കുമ്പോൾ 3,000 ഉള്ളൂ. അപ്പോൾ ലയബിലിറ്റീസിൻ്റെ കേസിൽ നേരെ ഉൾട്ടായിട്ടാണ് അസറ്റ്സ് വരുന്നത്. 1,000 ഇൻക്രീസാണ്, 1,000 ഇൻക്രീസ് ആകുമ്പോൾ അപ്പോൾ ഇവിടെ വരുന്നത് ഇൻകമാണ്. ദെൻ എക്സ്പെൻസസ് ആവുന്നതോ, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ഈസ് ഗ്രേറ്റർ ദാൻ കറൻറ്റ് ഇയറിൽ കൂടുതലും, ദെൻ പ്രീവിയസ് ഇയറിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ കറൻറ്റ് ഇയറിൽ കൂടുതലാണ്. പ്രീവിയസ് ഇയറിൽ ഒരു 500 ആണ്, ദെൻ ഇപ്പോഴത്തെ 600 ആണ്. അപ്പോൾ 100 എന്ത് ചെയ്തു, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. സോ ഇറ്റ് ഈസ് എക്സ്പെൻസ് ആണ്. ഇവിടെ ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്, പ്രീവിയസ് ഇയറിൽ കറൻറ്റ് ഇയറിൽ കുറവും പ്രീവിയസ് ഇയറിൽ കൂടുതലാണ്. പ്രീവിയസ് ഇയറിലൊരു 2,000 ഉണ്ട്, കറൻറ്റ് ഇയറിൽ 1,000 ഉള്ളൂ. ഡെഫേർഡ് ടാക്സ് അസറ്റാണ്. ഡെഫേർഡ് ടാക്സ് ഓഫ് അസറ്റ് കറൻറ്റ് ഇയർ ഈസ് ലെസ് ദാൻ ഡെഫേർഡ് ടാക്സ് ഓഫ് പ്രീവിയസ് ഇയർ. 1,000 ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ എന്താണ്, കറൻറ്റ് ഇയർ, ദിസ് ഈസ് പ്രീവിയസ് ഇയർ, 1,000. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ നോക്കി പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആൻ ഐറ്റം ഓഫ് പ്രോപ്പർട്ടി ഓഫ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഹാസ് ക്യാരിയിങ് എമൗണ്ട്. ഇവിടുത്തെ ഐറ്റം എന്ന് പറയുന്നത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 100. ക്യാരിയിങ് എമൗണ്ട് =100. ദെൻ ടാക്സ് അതോറിറ്റി ഇതിൻ്റെ ഇൻകംസൊക്കെ നോക്കിയിട്ട് അതിന് കാണിക്കുന്ന വാല്യൂ എന്ന് പറയുന്ന ടാക്സ് ബേസ് ഈസ് 60. ദെൻ അതിൽ അപ്ലൈ ചെയ്യുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 20%. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം, കാൽക്കുലേറ്റ് ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആണോ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ടെമ്പററി ഡിഫറൻസ് കാണാം.
ടെമ്പററി ഡിഫറൻസ് 100 മൈനസ് 60 ദാറ്റ് ഈസ് 40 ആണ് ഇതിൻ്റെ ടെമ്പററി ഡിഫറൻസ്. ഇത് ടെമ്പററി ഡിഫറൻസ് ക്യാരിയിങ് എമൗണ്ട് കൂടുതലാണ്. ക്യാരിയിങ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആണ് ഉണ്ടാവുക അല്ലേ? ഈ ഡിഫറൻസിൽ നിന്നും ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് എങ്ങനെ? ഇതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ 2 ടാക്സ് പറയുന്നുണ്ട്. എ ടാക്സ് റേറ്റ് 20% വുഡ് അപ്ലൈ ഇഫ് ദ ഐറ്റം വെയർ സോൾഡ് ആണെങ്കിൽ 20% ആണ്. പക്ഷേ ഇവിടെ അപ്ലൈ അതർ ഇൻകം ആണായിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ 30% ആണ്. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണല്ലോ. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ടെമ്പററി ഡിഫറൻസ് ഇൻറ്റു 20%. ടെമ്പററി ഡിഫറൻസ് എത്രയാണ്? 40 ഇൻറ്റു 20%, ദാറ്റ് ഈസ് 8 rupees. ദെൻ അതർ ഇൻകം ആയിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നതെങ്കിലോ, അതർ ഇൻകം 2 ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതർ ഇൻകം ആണെങ്കിൽ നമുക്ക് വരുന്നത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ഇൻറ്റു ടാക്സബിൾ ഡിഫറൻസസ് ഇൻറ്റു 30%, ദാറ്റ് ഈസ് 40 ഇൻറ്റു ടാക്സബിൾ ഡിഫറൻസ് ടെമ്പററി ഡിഫറൻസ് 40 ഇൻറ്റു 30%, ദാറ്റ് ഈസ് 12 rupees. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നത്. ദെൻ അടുത്തൊരു പ്രോബ്ലം നോക്കാം. അടുത്ത് റീവാല്യൂഡ് കേസിലാണ് വരുന്നത്. റീവാല്യൂ കേസിൽ വരുന്നത് നോക്കാം. അണ്ടർ IAS 16 അസറ്റ് മേ ബി റീവാല്യൂഡ് ടു ബി ഷോൺ അറ്റ് ദ ഫെയർ വാല്യൂ. റീവാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫെയർ വാല്യൂ കാണിക്കുന്നതാണ്. The revaluation of asset does not affect the taxable profit in the period of revaluation. റിവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടാക്സബിൾ പ്രോഫിറ്റിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. ആസ് എ റിസൾട്ട് ദ ടാക്സ് ബേസ് അതുകൊണ്ട് തന്നെ ടാക്സ് ബേസിൽ ഒരിക്കലും അത് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ദെൻ ദ ടെമ്പററി ഡിഫറൻസ് ഓഫ് ദ റിവാലുഡ് അസറ്റ് വിൽ ബി ഡിഫറൻസ് ബിറ്റ്വീൻ. അതുകൊണ്ട് തന്നെ ടെമ്പററി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാരിയിങ് എമൗണ്ട് ഓഫ് റിവാല്യൂഡ് അസറ്റ് ആൻഡ് ടാക്സ് ബേസ്. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി. കമ്പനി റീവാല്യൂസ് PPE പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് മെഷീനറി 1st April 2017. ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ. ക്യാരിയിങ് വാല്യൂ 30,000, ഫെയർ വാല്യൂ 1 lakh, ടാക്സ് ബേസ് 30,000. ദ അസറ്റ് വെയർ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം? ടെമ്പററി ഡിഫറൻസ് കാണണം. ടെമ്പററി ഡിഫറൻസ് എങ്ങനെ കാണുന്ന? ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാരിയിങ് എമൗണ്ട് ഓഫ് റീവാല്യൂഡ് അസറ്റ്. ക്യാരിയിങ് എമൗണ്ട് ഓഫ് റീവാല്യൂഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ റീവാല്യൂ ഫിഗർ 1 lakh മൈനസ് ഇതിൻ്റെ ടാക്സ് ബേസ് എത്ര? 30,000. ഒരിക്കലും ഏതെടുക്കില്ല? ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദി അസറ്റ് ഇതെടുക്കില്ല. റീവാല്യൂ ഫിഗർ തന്നാൽ റീവാല്യൂ ഫിഗറാണ് എടുക്കുക 30,000, ദാറ്റ് ഈസ് 70,000. ഈ 70,000 ആണ് ഇതിൻ്റെ ടെമ്പററി ഡിഫറൻസ്. ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏത് കൂടുതലാണ്? ക്യാരിയിങ് എമൗണ്ട് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിരിക്കും. കാരണം ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാണാം? ടെമ്പററി ഡിഫറൻസ് ഇൻറ്റു ദെൻ ടാക്സ് അസ്യൂം 50% ടാക്സ് റേറ്റ് 50% വരുമ്പോൾ എത്ര വരും? 7 35,000 ആണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഇനി നമുക്ക് നോക്കാം. ഇത് 2017 ഇതാണ് അവസ്ഥ. ദെൻ 2017. ഇനി 2018 ആകുമ്പോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ നോക്കാം. 2018 ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നത് അക്കൗണ്ട്സിൽ വരുന്നത് അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട്
1 ലാഖിൽ നിന്നും അതിൻ്റെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്ര? അസറ്റ് വെയർ ഡിപ്രീസിയേറ്റഡ് 20 ഇൻ ദ ബുക്സ് ഓൺ സ്ട്രേറ്റ് ലൈൻ ബേസിസ് ആർ ഡിപ്രീഷിയേറ്റഡ് 20 ഫോർ ടാക്സ് പർപ്പസ്. അപ്പോൾ രണ്ടും സെയിം ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ തന്നെയാണ് പറയുന്നത്. പക്ഷേ എമൗണ്ടിൽ മാറ്റുന്നുണ്ട്. കാരണം ഇവിടെ ക്യാരിയിങ് എമൗണ്ട് 1 ലാഖാണ്. അതിൽ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 20% ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 20,000 ആണ് വരിക. 20,000 ദാറ്റ് ഈസ് 80,000 വരും. ഇവിടെയാണെങ്കിലോ ടാക്സ് ബേസ് പ്രകാരം അതിന് വാല്യൂ എത്രയേ ഉള്ളൂ? 30,000 ഉള്ളൂ. 30,000. ദെൻ നമുക്ക് അതിൻ്റെ ലെസ് ഡിപ്രീസിയേഷൻ, അതും 20% തന്നെയാണ്. 20% എന്ന് പറയുമ്പോൾ 6,000. 6,000 ദാറ്റ് ഈസ് 24,000. 24,000 അപ്പോൾ 80,000. അപ്പോൾ നമുക്ക് അതിൻ്റെ ടെമ്പററി ഡിഫറൻസ് നോക്കാം. ആ വർഷം വരുമ്പോൾ അതിൻ്റെ ടെമ്പററി ഡിഫറൻസ് വരുന്നത് 80,000 മൈനസ് 24,000. 80,000 മൈനസ് 24,000 ഈസ് ഈക്വൽ ടു 56,000. സോ ഇവിടെയും എന്താ? ക്യാരിയിങ് എമൗണ്ട് ഇസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്. ഇപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി വരുന്നത് ആ പ്രാവശ്യം 56,000 ഇൻറ്റു ടാക്സ് റേറ്റ് 50%. 50 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് 28,000. അപ്പോൾ നോക്കുക, നെക്സ്റ്റ് ഇയർ ആയപ്പോൾ ഇതിപ്പോൾ കറണ്ട് ഇയർ 2018 ആണെന്ന് വിചാരിക്കുക. പ്രീവിയസ് ഇയറിൽ എത്രയാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് വന്ന് 35,000. അതിന് കറണ്ട് ഇയറിലായപ്പോൾ 28. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ഇസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ഇയർ ഡെഫേർഡ് ടാക്സ് അസറ്റ്. ദാറ്റ് ഈസ് ഇവിടെ പ്രീവിയസ് ഇയറിൽ 35,000, ഇവിടെ എന്താണ് 28,000. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് വന്നത് എത്രയുണ്ട്? മൈനസ് 7,000. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അതെന്താണ്? ഇൻകം, ഡെഫേർഡ് ടാക്സ് ഇൻകമായിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഇൻകമാണ്. അപ്പോൾ നമുക്കിതിന് ആദ്യത്തിൽ 30 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് വന്നു. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് വരുമ്പോൾ അതിന് നമുക്ക് കൊടുക്കാനുള്ള ജേണൽ എൻട്രി എന്തായിരിക്കും? ഇത് റീവാലുവേഷൻ്റെ ബേസിലാണല്ലോ ഇത്രയും ലയബിലിറ്റി വന്നിട്ടുള്ളത്. 35,000 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് എങ്ങനെ വന്നത്? റീവാലുവേഷൻ്റെ ബേസിലാണ്. അപ്പോൾ നമ്മളവിടെ കൊടുക്കുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റ ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് വരികയാണ്. റിവാലുവേഷൻ്റെ ഫലമായി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. ഓക്കെ, ദെൻ അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത വർഷം ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഇവിടെ കുറയുന്ന സമയത്ത് നമുക്ക് എന്താണ്? ആ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് എത്ര കണ്ട് കുറയുന്നു? 7,000 കണ്ടാണ് കുറയുന്നത്. അപ്പോൾ എൻട്രി എന്തായിരിക്കും? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 7,000 കുറഞ്ഞു. കാരണം എന്താ? ടു ഡെഫേർഡ് ടാക്സ് ഇൻകം. ഡെഫേർഡ് ടാക്സ് ഇൻകം 7,000. ഇനി ഇൻകത്തെ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അപ്പോൾ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കൂടും. പ്രോഫിറ്റിലേക്ക് കൂട്ടണം നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെ ഇൻകം ആകുമ്പോൾ ഡെഫേർഡ് ടാക്സ് ഇൻകം അക്കൗണ്ട് 7,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് 7,000. ഇങ്ങനെയാണ് ഇതിനെ ട്രീറ്റ്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, നമുക്കിങ്ങനെ ഡിപ്രീഷിയേറ്റഡ് ആകുമ്പോൾ ഇത് 2 ഇയറിൽ ചെയ്തുകൊണ്ടാണ് ഇത്രയും കാൽക്കുലേഷൻ വന്ന്. അപ്പോൾ
നമ്മൾ റീവാല്യൂ അസറ്റിൻ്റെ കേസിലാണെങ്കിൽ ക്യാരിയിങ് എമൗണ്ടിന് ഏതെടുക്കുക, റീവാല്യൂ ഫിഗർ എടുക്കുക. അപ്പോൾ ഇവിടെ 1 lakh ദെൻ 30,000 ടാക്സ് അതോറിറ്റീസ് ടാക്സ് ബേസ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ 70,000 കിട്ടും. 70,000 നമ്മൾ അതിൻ്റെ ടാക്സ് റേറ്റ് കൊണ്ട് ചെയ്യുമ്പോൾ 35,000 കിട്ടും. അപ്പോൾ നമുക്ക് എൻട്രി പാസ്സാക്കും. റീവാല്യൂഷൻ സർപ്ലസ് അക്കൗണ്ട് ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. അത് റീവാല്യൂ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, സർപ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് വന്നു 35,000 എന്നുള്ളത് എഴുതുന്നു. ദെൻ അടുത്ത വർഷമാകുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ക്യാരിയിങ് എമൗണ്ടും ടാക്സ് ബേസും തമ്മിൽ മാറുന്നു. കാരണം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ 80,000 ആയിട്ട് കുറയുന്നു. ടാക്സ് ബേസിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ 20% കുറക്കുമ്പോൾ 24,000 ആയിട്ട് കുറയുന്നു. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് വന്ന് 56,000 കിട്ടുന്നുള്ളൂ. അപ്പോൾ 56,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 56,000 50% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 28,000 ആണ് കിട്ടുന്നത്. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് കുറയാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് കുറയുന്നു. സോ ഇൻകമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് 7,000. നമ്മളിവിടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് 35,000 അല്ലേ. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് 7,000 ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് അക്കൗണ്ട് ടു ഡെഫേർഡ് ടാക്സ് ഇൻകം. ദെൻ ഡെഫേർഡ് ടാക്സ് ഇൻകം എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അത് റിക്കവറബിൾ ചെയ്യാണ്. കാരണം ഫ്യൂച്ചറിൽ റിക്കവറബിൾ ചെയ്യാണ്. ഡെഫേർഡ് ടാക്സ് ഇൻകം അക്കൗണ്ട് ടു ഡെഫേർഡ് ടാക്സ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ അനദർ പ്രോബ്ലം, ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇവിടെ an entity has acquired plant and machinery 1 million. 1 million ആണ് plant and machinery. Plant and machinery. Plant and equipment ആണ്, സോറി. Plant and equipment 1 million. 1 million ആകുമ്പോൾ 10 lakh. 10 lakh January 2018. The asset is depreciated a year on straight line basis. Depreciated പറയുന്ന depreciation 25%. 25% എന്ന് പറയുമ്പോൾ 2,50,000. ഇപ്പോൾ വരെ 7,50,000. ഓക്കെ, ഇതാണ് ബുക്ക് വാല്യൂയിലുള്ളത്. മാനേജ്മെൻറ്റ് ഡിപ്രീഷിയേറ്റഡ് ഈസ് ദ ലോക്കൽ ടാക്സ് ലെജിസ്ലേഷൻ പെർമിറ്റ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ടു ഡിപ്രീഷിയേറ്റ് ദ അസറ്റ് ഈസ് 30% എ ഇയർ ഫോർ ടാക്സ് പർപ്പസ്. അപ്പോൾ ടാക്സ് ബേസിലാണെങ്കിൽ ടാക്സ് ബേസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഇതിൻ്റെ 1 million തന്നെയാണ്. അതിൽ 30% ആണ് ഡിപ്രീസിയേഷൻ. 30% എന്ന് പറയുമ്പോൾ 3 lakh വരും. ഓക്കെ, ഇറ്റ് ഈസ് 7 lakh. അപ്പോൾ നമുക്ക് ക്യാരിയിങ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്. അപ്പോൾ ഇവിടുത്തെ ടാക്സ് ടെമ്പററി ഡിഫറൻസ് വരുന്നത് എത്ര വരും, 7,50,000 മൈനസ് 7 lakh. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് 2018 ടാക്സ് റേറ്റ് 30%. അപ്പോൾ 50,000 ആണ് ഡിഫറൻസ്. ഇത് ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് തന്നെ എന്താണ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിരിക്കും. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 50,000 ഇൻറ്റു 30%, ദാറ്റ് ഈസ് 15,000. This is deferred tax liabilities. Okay. Then വേറൊരു പ്രോബ്ലം കൂടെ, ലാസ്റ്റ് പ്രോബ്ലം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ചെയ്യട്ടോ. ചിലപ്പോൾ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ക്വസ്റ്റ്യൻ കാണണമെന്നില്ല. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ചെയ്യാം നമുക്ക്. An entity has the following assets and liabilities recorded in the balance sheet as 31st December. Carrying value in മില്യണിലാണ് തന്നിരിക്കുന്നത്. 10 million, 5 million, 4 million, 3 million, 6 million and 2 million. ഇനി ടാക്സ് അതോറിറ്റി പറയുന്ന വാല്യൂസ് എന്തൊക്കെ നോക്കാം. ടാക്സ് അതോറിറ്റീസ് പറയുന്നത്, the value of tax purpose of property
പ്രോപ്പർട്ടിക്ക് എത്ര പറയുന്നത് 7 million. അപ്പോൾ ഇവിടെ ടാക്സ് ബേസ് നമ്മളിവിടെ തന്നെ ഇതാണ് ടാക്സ് ബേസ് 7 million. ഓക്കെ. ആൻഡ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിന് 4 million. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിന് 4 million. The entity has made a provision for inventory obsolescence. പ്രൊവിഷൻ ഉണ്ട്, പക്ഷേ ഈ പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്ത് നോക്കണം. പ്രൊവിഷൻ ഫോർ 2 million ആണ് പ്രൊവിഷൻ വെച്ചിട്ടുള്ളത്. ദിസ് ഈസ് നോട്ട് അലവബിൾ ഫോർ ടാക്സ് പർപ്പസ് അണ്ടിൽ ഇൻവെൻട്രി ഈസ് സോൾഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇൻവെൻട്രിക്ക് പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിഷൻ കുറച്ചിട്ടുള്ള വാല്യൂ ആണ് ഇതിൽ ക്യാരിങ് എമൗണ്ട്. അപ്പോൾ ടാക്സ് ബേസിൽ എന്ത് ചെയ്യുന്നു, ആ പ്രൊവിഷൻ അനുവദിച്ചിട്ടില്ല. അപ്പോൾ 4+2 വരും അല്ലേ. 4+2 എന്ന് പറയുമ്പോൾ എത്ര വരും, 6 ആണ് വരിക. ഓക്കെ. 2 million പ്രൊവിഷൻ അത് ടാക്സ് പർപ്പസ് പ്രകാരം നോട്ട് അലവബിൾ അല്ല. അതുകൊണ്ട് അതും കൂടെ കൂട്ടിയിട്ടുള്ള വാല്യൂ ആണ് ടാക്സ് ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഫർദർ ദ ഇമ്പയർമെൻറ്റ് ചാർജ് എഗെയിൻസ്റ്റ് എ ട്രേഡ് റെസ്യൂബിൾസിന് ഇമ്പയർമെൻറ്റ് ചാർജ്, ഇമ്പയർമെൻറ്റ് എന്നുള്ള കിട്ടാത്ത അവസ്ഥ. അപ്പോൾ ഇവിടെ ക്യാരിങ് എമൗണ്ട് 3 ശരിക്കും ആക്ച്വലി 4 ഉണ്ടായിരുന്നു, പക്ഷേ അക്കൗണ്ടിങ്ങിൽ ഇമ്പയർമെൻറ്റ് ചാർജും കൂടെ കൊടുത്തപ്പോൾ 3 കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഹാസ് ബീൻ മെയ്ഡ് ദിസ് ചാർജ് ഡസ് നോട്ട് റിലേറ്റ് ടു എനി സ്പെസിഫിക് ട്രേഡ് റെസ്യൂബിൾ ബട്ട് ടു ദ എൻറ്റിറ്റി അസസ്മെൻറ്റ് ഓഫ് ദ ഓവറോൾ കളക്റ്റബിലിറ്റി ഓഫ് അക്കൗണ്ട്. അതൊരു പർട്ടിക്കുലർ അല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇതും ഇൻകം ടാക്സ് എടുത്തിട്ടില്ല. അതുകൊണ്ട് 3+1 ദിസ് ഈസ് ഈക്വൽ ടു 4 ആണ് ടാക്സ് ബേസിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് ചാർജ് വിൽ നോട്ട് ബി അലൗഡ് ഇൻ ദ എമൗണ്ട് ഓഫ് ഇയർ ടാക്സ് പർപ്പസ് ബട്ട് വിൽ ബി അലൗഡ് ഇൻ ദ ഫ്യൂച്ചറിൽ അലൗ ചെയ്യും. ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അലൗ ചെയ്യുന്നില്ല. ഫ്യൂച്ചറിലാണ് അലൗ ചെയ്യുന്നത്. ഇൻകം ടാക്സ് പെയ്ഡ് ഈസ് 30%. ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ടാക്സ് റേറ്റ് 30% ആണ്. കാൽക്കുലേറ്റ് ഡെഫേർഡ് ടാക്സ് പ്രൊവിഷൻ അറ്റ് December 31, 2018. നമ്മുടെ ഡെഫേർഡ് ടാക്സ് പ്രൊവിഷനാണ്. ട്രേഡ് പേബിൾസിന് സെയിം തന്നെയാണ് 6. ദെൻ ക്യാഷ് 2. ഇതൊന്നും നമ്മോട് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഡെഫേർഡ് ടാക്സ് ആദ്യം നമ്മൾ ടെമ്പററി ഡിഫറൻസ് കാണുന്നു. ടെമ്പററി ഡിഫറൻസ് ഇവിടെ ക്യാരിയിങ് എമൗണ്ട്, പ്രോപ്പർട്ടിക്ക് ക്യാരിയിങ് എമൗണ്ട് കൂടുതലാണ് 10. ദെൻ ഇവിടുത്തെ ടാക്സ് ബേസ് 7 ആണ്. അപ്പോൾ ഇവിടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആയിട്ട് 3 ആണ് ഉണ്ടാകുന്നത് അല്ലേ. ഇവിടെ ക്യാരിയിങ് എമൗണ്ട് കൂടുതലാണ്, ഇവിടെ കുറവാണ്. 5 - 4 1. ഇവിടെ നോക്കുക 4 - 6 ആണ്. 4 - 6 എന്ന് പറയുമ്പോൾ -2 ആണ്. ഡെഫേർഡ് ടാക്സ് അസറ്റാണ് വരുന്നത്. ഇവിടെ വരുന്നത് 3ഉം 4ഉം 4 എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ചെയ്യാണ്. ക്യാരിയിങ് എമൗണ്ട് കുറവാണ്, -1 ആണ്. ഇവിടെ 0, ഇവിടെ 0. ഇവിടെ ഒന്നും ഡിഫറൻസ് ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് 3+1 4 കിട്ടും, ഇവിടെ -3 കിട്ടും. അപ്പോൾ എന്താ 1 million ക്യാരിയിങ് എമൗണ്ട് കൂടുതലുള്ളതല്ല കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയാണ് വരുന്നത്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അല്ല, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഡിഫറൻസ് ആണ്. ടാക്സ് എത്രയാണ്, ടാക്സ് 1 million ഇൻറ്റു എത്രയാണ് ടാക്സ് റേറ്റ്, 30% ആണ്. 30%. അപ്പോൾ എത്ര വരും, 3 lakh ആണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. ഓക്കെ. അപ്പോൾ ഒന്നും കൂടെ പറയാം. പ്രോപ്പർട്ടിയിൽ 10 ആണ് നമുക്ക് തന്നിരിക്കുന്ന ടാക്സ് ബേസിൽ 7 million ആണ്. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ 5, അതിന് 4 million ആണ്. പക്ഷേ ഇൻവെൻട്രിക്ക് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ 2 million കുറച്ചിട്ടാണ് കാണിച്ചത്. പക്ഷേ ടാക്സ് അതോറിറ്റീസ് അത് പെർമിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ടാക്സ് ബേസിൽ 6 ആണ് വാല്യൂ. അതേപോലെ തന്നെ ട്രേഡ് റെസ്യൂബിൾസും 1 എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ടാക്സ് അതോറിറ്റീസ് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. സോ 4 ആണ്. ട്രേഡ് പേബിൾസ് സെയിം 6 ആണ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ക്യാഷിനും 2 ആണ്. അതുകൊണ്ട് ഇവിടെ ഡിഫറൻസ് വരുന്നില്ല. ഡിഫറൻസസ് വരുന്നത് പ്രോപ്പർട്ടി, പ്ലാന്റ്, ഇൻവെൻട്രി, ട്രേഡ് റെസ്യൂബിൾസ്. പക്ഷേ പ്രോപ്പർട്ടിക്ക് എന്ത് ചെയ്യുന്നു, ക്യാരിയിങ് എമൗണ്ട് കൂടുതലാണ്,
ടാക്സ് ബേസ് കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസിനുള്ള ആനുകൂല്യമായിട്ടുള്ളതാണ് കിട്ടുന്നത്. ഇവിടെ 1 കിട്ടുന്നു. ഇവിടെ -2 ഡെഫേർഡ് ടാക്സ് അസറ്റ്. ഡെഫേർഡ് ടാക്സ് അസറ്റ് കുറവും ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസാണ് കൂടുതൽ. സോ 1 മില്യൺ എന്ത് ചെയ്യുന്നു, ഡെഫേർഡ് ടാക്സ് ഡിഫറൻസ് കിട്ടുന്നു. അതിന് ടാക്സ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് 3 lakh കിട്ടും. ഓക്കെ, താങ്ക് യു.